morning. Today we are going to discuss discharge over a submerged weir or drowned weir. ഇവിടെ നമുക്കൊരു സബ്മേർജ്ഡ് വീറിന്റെ ഫിഗർ ആണ് തന്നിട്ടുള്ളത്. വീറിന്റെ അപ്സ്ട്രീം സൈഡ് ആണ് ഈ ഒരു പോർഷന്, വീറിന്റെ ഡൗൺസ്ട്രീം സൈഡ് ആണ് ഈ ഒരു പോർഷന്. ഡൗൺസ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവല് വീറിന്റെ ടോപ്പ് സർഫസിന് മുകളിലാണെങ്കിൽ അത്തരത്തിലുള്ള വീറിനെ പറയുന്ന പേരാണ് സബ്മേർജ്ഡ് വീർ അല്ലെങ്കിൽ ഡ്രൗൺഡ് വീർ. സബ്മേർജ്ഡ് ഓർ ഡ്രൗൺഡ് ഈ ഒരു വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ? വെള്ളത്തിൽ സബ്മേർജ് ചെയ്ത് കിടക്കുന്ന തരത്തിലുള്ള വീറാണിത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ടേംഡ് ആസ് സബ്മേർജ്ഡ് വീർ. വീറിന്റെ അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ഹൈറ്റ് ആണ് h1, വീറിന്റെ ഡൗൺസ്ട്രീം സൈഡിലുള്ള വാട്ടർ ഹൈറ്റ് ആണ് h2. അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ഹെഡും ഡൗൺസ്ട്രീം സൈഡിലുള്ള വാട്ടർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് h1 മൈനസ് h2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഒരു സബ്മേർജ്ഡ് വീറിലൂടെയുള്ള ഡിസ്ചാർജ് നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് പോർഷൻ വരുന്നത് ഡിസ്ചാർജ് ബിറ്റ്വീൻ അപ്സ്ട്രീം ലിക്വിഡ് സർഫസ് ആൻഡ് ഡൗൺസ്ട്രീം ലിക്വിഡ് സർഫസ്. അപ്സ്ട്രീം ലിക്വിഡ് സർഫസിനും ഡൗൺസ്ട്രീം ലിക്വിഡ് സർഫസിനും ഇടയിലുള്ള പോർഷനിലുള്ള ഡിസ്ചാർജ്. രണ്ടാമത്തെ പോർഷൻ എന്താണ് വരുന്നത്? ഡൗൺസ്ട്രീം ലിക്വിഡ് സർഫസിനും അതുപോലെ തന്നെ വീറിന്റെ ടോപ്പും തമ്മിലുള്ള പോർഷനിലെ ഡിസ്ചാർജ്. ഓക്കെ, സോ ഫസ്റ്റ് പോർഷനിലുള്ള ഹൈറ്റ് ഹെഡ് എന്ന് പറയുന്നത് h1 മൈനസ് h2 ആണ്. സെക്കൻഡ് പോർഷനിലുള്ള ഹെഡ് അഥവാ ഹൈറ്റ് എന്ന് പറയുന്നത് h2 ആണ്. ഫസ്റ്റ് പോർഷനിലൂടെയുള്ള ഡിസ്ചാർജിനെ നമുക്ക് Q1 എന്ന് പറയാം, സെക്കൻഡ് പോർഷനിലൂടെയുള്ള ഡിസ്ചാർജിനെ Q2 എന്ന് പറയാം. So total discharge over a submerged weir capital letter Q is equal to Q1 plus Q2 ആയിരിക്കും. അപ്സ്ട്രീം ലിക്വിഡ് സർഫസിനും ഡൗൺസ്ട്രീം ലിക്വിഡ് സർഫസിനും ഇടയിലുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഫ്രീ ഡിസ്ചാർജ് ആയിരിക്കും. കാരണം ആ ഒരു പോർഷന് അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ അല്ലേ. സോ ഇവിടുത്തെ ഡിസ്ചാർജ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ വീറിലൂടെയുള്ള ഡിസ്ചാർജ് ഇക്വേഷന് സിമിലർ ആയിരിക്കും. We can write 2/3. ഇവിടെ നമുക്ക് രണ്ട് പോർഷൻ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് പോർഷനിലൂടെയുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിനെ CD1 എന്ന് എടുക്കുകയാണ്. 2/3 CD1 L root 2g into ഹൈറ്റ് എന്ന് പറയുന്നത് h1 മൈനസ് h2 ആയിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞു, into h1 മൈനസ് h2 raised to 3/2. ഓക്കെ, ഇനി സെക്കൻഡ് പോർഷനിലൂടെയുള്ള ഡിസ്ചാർജിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് എന്താണ്? ഡിസ്ചാർജിന്റെ ഇക്വേഷൻ വരുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി. രണ്ടാമത്തെ പോർഷനിലൂടെയുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിനെ നമുക്ക് CD2 എന്ന് കൊടുക്കാം. എന്തായിരിക്കും രണ്ടാമത്തെ പോർഷനിലൂടെയുള്ള ഏരിയ ഓഫ് ഫ്ലോ? L ഇൻറ്റു h2. ലെങ്ത് ഓഫ് വീർ എന്ന് പറയുന്നത് L ആയിരിക്കും. h2 വാട്ടർ ഫ്ലോയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് h2. സോ നമുക്ക് ഏരിയ ഓഫ് ഫ്ലോ LH2 എന്ന് കിട്ടുന്നു ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി ആണ്. തിയററ്റിക്കൽ വെലോസിറ്റിയുടെ യൂഷ്വൽ ഇക്വേഷൻ റൂട്ട് ഓഫ് 2gh ആണ്. റൂട്ട് ഓഫ് 2g സ്മോൾ ലെറ്റർ h ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ആ സ്മോൾ ലെറ്റർ h ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് രണ്ട് ഹെഡുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് h1 മൈനസ് h2. സോ നമുക്ക് ഇവിടെ വരുന്ന തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2gh1 മൈനസ് h2 ആയിരിക്കും. ഓക്കെ, Q1 നെ നമ്മൾ ഫ്രീ ഡിസ്ചാർജ് ഓവർ അപ്പർ പോർഷൻ എന്ന് പറയും. Q2 നെ നമ്മൾ സബ്മേർജ്ഡ് ഡിസ്ചാർജ് ഓവർ ലോവർ പോർഷൻ എന്നും പറയും. ഓക്കെ, ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q1 ഉം Q2 ഉം കൂടെ ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് 2/3 CD1 root 2g L h1 minus h2 raised to 3/2. Q1 plus Q2 CD2 L h2 into root of 2g h1 minus h2. ഈ ഒരു ഇക്വേഷന് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇക്വേഷൻ നോക്കാം. Q is equal to 2/3 CD1 root 2g L h1 minus h2 raised to 3/2 ന്റെ സ്ഥാനത്ത് എന്ത് വരും? h1 minus h2 plus ha raised to 3/2 minus ha raised to 3/2 plus Q2 എന്നുള്ള ടേം എന്തായിട്ട് മാറും? CD2 L h2 root of 2g h1 മൈനസ് h2 ന്റെ കൂടെ എന്തും കൂടെ വരും? പ്ലസ് ha എന്നും കൂടെ വരും. സോ ഇതാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള സബ്മേർജ്ഡ് വീറിൽ കൂടെയുള്ള അല്ലെങ്കിൽ ഡ്രൗൺഡ് വീറിൽ കൂടെയുള്ള ഡിസ്ചാർജിന്റെ എക്സ്പ്രഷൻ. അടുത്തതായി നമുക്ക് സബ്മേർജ്ഡ് വീറിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, question: a 2 meter wide rectangular channel
meter high. If the depth of water on the extreme side of the weir is 1.6 meter and on downstream side is 1.25 meter, estimate the discharge of water. Assume coefficient of discharge equal to 0.6. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ ഒന്ന് എടുത്തെഴുതാം, അതിനുശേഷം ഫിഗറിനെ കുറിച്ച് പറയാം. ക്വസ്റ്റ്യനിൽ നോക്കൂ, റെക്ടാങ്കുലർ ചാനൽ തന്നിട്ടുണ്ട്. ഈ ഒരു റെക്ടാങ്കുലർ ചാനലിന്റെ വിഡ്ത്ത് ആണ് 2 മീറ്റർ. ഓക്കെ, വീറിന്റെ ഹൈറ്റ് 1 മീറ്റർ തന്നിട്ടുണ്ട്. വീറിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയാം. ക്വസ്റ്റ്യനിലെ എക്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ഡെപ്ത് 1.6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് h1 is equal to 1.6 മീറ്റർ. കൂടാതെ വീറിന്റെ ഡൗൺസ്ട്രീം സൈഡിലുള്ള വാട്ടറിന്റെ ഡെപ്ത് 1.25 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് h2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ h1 മൈനസ് h2 എന്തായിരിക്കും? 1.6 മൈനസ് 1.25 is equal to 0.35 മീറ്റർ. കൂടാതെ ക്വസ്റ്റ്യനിലെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് 0.6 എന്ന് തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD യുടെ വാല്യൂ തന്നെ ആയിരിക്കും CD1ന്റെയും CD2ന്റെയും വാല്യൂ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ ആണിത്. ഇവിടെ സബ്മേർജ്ഡ് വീർ ആണ് കാണിച്ചിട്ടുള്ളത്. സബ്മേർജ്ഡ് വീറിന്റെ ഹൈറ്റ് 1 മീറ്റർ തന്നിട്ടുണ്ട്, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ഹെഡ് h1 1.6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഡൗൺസ്ട്രീം സൈഡിലുള്ള വാട്ടർ ഹെഡ് h2 1.25 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. h1 ഉം h2 തമ്മിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ പ്രോബ്ലം ആസ് 0.35 മീറ്റർ. അതായത് 1.6 1.25 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.35 മീറ്റർ. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാനലിന്റെ ഡെപ്ത് കണ്ടുപിടിച്ചൂടെ? എന്തായിരിക്കും ചാനലിന്റെ ഡെപ്ത് വരിക? 1.6 പ്ലസ് 1 അല്ലേ? then we are obtaining depth of channel is equal to 2.6 meter. ഓക്കെ, ഡെപ്തും കിട്ടിക്കഴിഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വിഡ്ത്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാനലിന്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? 2 into 2.6 which is equal to 5.2 meter square. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വീറിലൂടെയുള്ള സബ്മേർജ്ഡ് വീറിലൂടെയുള്ള ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ചാനലിന്റെ ഡയമെൻഷൻസ് തന്നതുകൊണ്ട് തന്നെ നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? then we are having the equation q is equal to 2/3 CD1 L root of 2g h1 minus h2 raised to 3/2. ഈ ഒരു പോർഷൻ ആണ് q1 plus q2 CD2 LH2 root of 2g h1 minus h2. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 into CD1 ഉം CD2 ഉം 0.6 ആണ്, into length 2 into root of 2g 2 into 9.81 into h1 minus h2 raised to 3/2 ആണ്. h1 minus h2 എന്ന് പറഞ്ഞാൽ 0.35 raised to 3/2 plus 0.6 CD2 ഉം 0.6 തന്നെയാണ് വരിക into length. വീറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ചാനലിന്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും കേട്ടോ, അതാണ് 2 എന്ന് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ക്വസ്റ്റ്യനിലെ വീറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. ഓക്കെ, into h2 ആണ് വരുന്നത്. h2 എന്ന് പറയുമ്പോൾ എന്താണ്? 1.25 അല്ലേ, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. h2 1.25 into root of 2g h1 minus h2 2 into 9.81 into 0.35. h1 minus h2 എന്ന് പറഞ്ഞാൽ 0.35 ആണ്. then we are obtaining discharge values equal to 4.137 meter cube per second. ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിച്ചൂടെ? വെലോസിറ്റി ഓഫ് അപ്രോച്ച് VA is equal to discharge divided by area of channel. That is 4.137 divided by area of channel എന്ന് പറയുമ്പോൾ 5.2 which is equal to 0.795 meter per second. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കണം. That is HA is equal to V square A by 2G. VA velocity of approach 0.795 ആണ്, അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into 9.81. We are obtaining 0.032 meter. ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എഴുതാം. Q is equal to 2/3 CD1 L root of 2g h1 minus h2 plus ha raised to
3/2 മൈനസ് HA റേസ് ടു 3/2. ഇതായിരിക്കും Q1 എന്നുള്ള ടേം പ്ലസ് Q2 എന്നുള്ള ടേം എന്താവും CD2 LH2 റൂട്ട് ഓഫ് 2G H1 മൈനസ് H2 പ്ലസ് HA എന്നാവും. ഓക്കെ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 CD1 0.6 ലെങ്ത് 2 into root of 2G 2 into 9.81 into H1 minus H2 പറയുമ്പോൾ 0.35 plus HA 0.032 ആണ് raised to 3/2 minus 0.032 raised to 3/2 plus Q2 എന്താണ് വരിക CD2 എന്ന് പറയുമ്പോൾ 0.6 into length 2 into H2 എന്ന് പറയുമ്പോൾ 1.25 into root of 2G into H1 minus H2 എന്ന് പറയുമ്പോൾ 0.35 plus HA 0.032. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജിന്റെ വാല്യൂ കിട്ടുന്നത് 4.99 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സബ്മേർജ്ഡ് വിയർ, സബ്മേർജ്ഡ് വിയറിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തു. ഓക്കെ, സോ ഏത് ടൈപ്പ് വിയർ ആണെങ്കിലും നിങ്ങൾ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കൂടാതെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ഇക്വേഷനും പഠിച്ചു വെക്കുക. വെലോസിറ്റി ഓഫ് അപ്രോച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ചാനൽ ആയിരിക്കും. ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാത്ത ഡിസ്ചാർജ് ഉണ്ടായിരിക്കില്ലേ, അത് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ ചാനലിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ചാനലിന്റെ ഡയമെൻഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാ ഡിസ്ചാർജ് കണ്ടുപിടിച്ചാൽ മതി. അതായത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ടുഡേ സെക്ഷൻ വി ആർ വൈൻഡിപ്പിംഗ് ഹിയർ. ഓക്കെ, താങ്ക് യു.